ഭാരതസഭയുടെ അനുഗ്രഹമായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഈ വർഷം ജൂലൈ 19-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഭരണങ്ങാനം അൽഫോൻസ ശ്രൈനിൽ ആഘോഷിക്കുകയാണ്. ജൂലൈ 19-ാം തീയതി ശനിയാഴ്ച 11:15 പാലാരൂപതയുടെ അഭിവന്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റുന്നതോടുകൂടി തിരുനാൾ ആരംഭിക്കുകയായി. തുടർന്ന് 11:30 കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ രൂപതാധ്യക്ഷൻ മാർ മാത്യു അറക്കൽ തിരുനാൾ കുർബാന അർപ്പിക്കും. തുടർന്ന് വരുന്ന നവേനയുടെ ദിവസങ്ങളിലെല്ലാം 11:30 സീറോ മലബാർ സഭയിലെയും ലത്തീൻ സഭയിലെയും മലങ്കര കത്തോലിക്ക സഭയിലെയും വിവിധ മെത്രാന്മാർ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നവേനയുടെ ദിവസങ്ങളിലെല്ലാം 9 വിശുദ്ധ കുർബാനകൾ വീതമുണ്ടാവും. അതുപോലെ തന്നെ 4:30 ആഘോഷമായ റംസ പ്രാർത്ഥനയും 6:15 ജപമാല പ്രദക്ഷിണവും നടത്തപ്പെടുന്നുണ്ട്. അൽഫോൻസാമയുടെ തിരുനാളിൽ ധാരാളം ആളുകൾ തീർത്ഥാടകരായും അതുപോലെ തന്നെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്ന വിശ്വാസികളായും ഇവിടെ എത്തിച്ചേരാറുണ്ട്. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ അനുദിനമെന്നോണം എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ അൽഫോൻസാമയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അൽഫോൻസാമയുടെ കബറിടം ദർശിക്കുന്നതിനും കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനുമായി എത്തിച്ചേരുന്ന പുണ്യ ദിനങ്ങളാണ് ഈ തിരുനാൾ ദിവസങ്ങൾ. ഈ തിരുനാളിന് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. തിരുനാളിൻ്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥതല മീറ്റിംഗ്, അതുപോലെ തിരുനാൾ ദിവസങ്ങളിലെ ക്രമീകരണങ്ങൾക്ക് സജ്ജീകരിക്കുന്നതിനായിട്ട് വോളണ്ടിയേഴ്സിൻ്റെ ടീമിനെയും ഒക്കെ സജ്ജീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ തിരുനാൾ ദിനങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള ജപമാല പ്രദക്ഷിണം ശ്രൈനിൽ നിന്നാരംഭിച്ച് സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയം ചുറ്റി എല്ലാ ദിവസങ്ങളിലും ജപമാല പ്രദക്ഷിണം നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഈ ജപമാല പ്രദക്ഷിണത്തിൽ വന്ന് പങ്കുചേരുന്നുമുണ്ട്. ഈ 2025 അൽഫോൻസാമയുടെ തിരുനാൾ അൽഫോൻസാമയുടെ 79-ാം ചരമ വാർഷിക ദിനത്തിലാണ്. 1948 ജൂലൈ 28 ദിവംഗതയായ അൽഫോൻസാമ അന്ന് മുതൽ ഇന്നോളം ഈ 79 വർഷം അൽഫോൻസാമയുടെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട് ചാത്തമായും പിന്നീട് വിശുദ്ധയായി കഴിഞ്ഞപ്പോൾ തിരുനാളായും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിരുനാൾ അവസരങ്ങളിൽ എത്തിച്ചേരുന്ന എല്ലാ വിശ്വാസികളെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ ശ്രൈനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം